ഞാനങ്ങനെ പോവാണ്. സെക്കൻഡ് സെമസ്റ്റർ എക്സാമിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഇടയിലൊരു നാട്ടിൽ പോകലാണ്. താരീക്കണ്ണന് ഒല്ലി വന്നുകൊണ്ടാണ് ഞാൻ നാട്ടിൽ പോകുന്നത്. ഡ്രസ്സൊക്കെ ഞാൻ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഇതത്ര ഡ്രസ്സേ ഞാൻ എടുക്കുന്നുള്ളൂ. ഒരു കുഞ്ഞ് ബാഗിൽ ഇതാ കുഞ്ഞ് ബാഗ് നിങ്ങൾ കാണുന്നുണ്ട്, അതിൽ ഞാൻ എടുക്കുന്നുള്ളൂ. കാരണം ഒരാഴ്ചക്കാണ് ഞാൻ പോകുന്നത്. ഇനി ബാക്കി നമുക്ക് ഇനി വരുന്ന ഇതിൽ കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പെരുന്നാൾ കഴിഞ്ഞു. ജുമാനെ പെരുന്നാൾ ഡ്രസ്സ് ഒന്ന് മാറ്റിയിട്ട് ഞാൻ പോവുകയാണ് നാട്ടിക്ക്. പെരുന്നാൾ കഴിഞ്ഞതും പോയിട്ട് വരെ ചോദിച്ചുമ്പോൾ കാര്യമല്ലേ, പോവുകയാണ് ഗൈസ്. അന്ന ഓൾറെഡി പോയി, ഫാത്തിമയും പോയി. ടാറ്റ ജുമാ, ഞാൻ വരാം. ഐ വിൽ മിസ് ദിസ് ഹോം ഇൻ ലൈക്ക് 1 week. ടാറ്റ. നമ്മളങ്ങനെ ഊബറിൽ പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ബൈ ബൈ ഹാജി കൊള്ളി, ബൈ ബൈ ഡൽഹി ഫോർ 1 week. നമ്മളിപ്പോൾ ഊബർ തേടി പോവാണ്. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി മൈ വെരി ഫസ്റ്റ് ലൈക്ക് സോളോ ഫ്ലൈറ്റ്. ജുമാനക്ക് വയ്യ, അതുകൊണ്ട് ജുമാന വരാത്തത്. ഈ 2 കൊണിച്ചുകളാണ് എന്നെ കൊണ്ടാക്കാൻ വരുന്നത്. ഹാജിയിൽ ആരും തന്നെ ഇല്ല. കടിക്കോ എനിക്ക് തോന്നുന്നുണ്ട്. വാ, നമ്മുടെ ഊബർ വന്ന് ഓടി വന്നിക്കാണ് യാത്ര അറിയാന്. ടാറ്റ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്നുള്ള മെയിൻ റോഡിൽ പോണ നമ്മുടെ വീട്ടിൽ നിന്ന് മെയിൻ സുഖദേവിക്കാർ ആ ഒരു ഭാഗത്തേക്ക് എത്താനുള്ള റോഡ് കുറച്ച് ഒരു ഓക്കെയാണ്. ഒരു കുണ്ടും കുഴിയൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഡൽഹി സിറ്റി. അന്ന പറഞ്ഞ പോലെ രാത്രി ആയതുകൊണ്ടാണ് ഇത്ര ഫ്രീ ആയി പോകുന്നത്. വണ്ടികളൊന്നും ഇല്ല. അല്ലെങ്കിൽ ഡൽഹിയിൽ ഭയങ്കര ബ്ലോക്കാണ്. അതുകൊണ്ടാണ് മിക്കവാറും മെട്രോ എടുക്കണത്. നൈസ് അല്ലേ ഡൽഹി സിറ്റി? റിച്ച് സൈഡ് ഓഫ് ഡൽഹിയാണ് ഇതൊക്കെ. ഗുഡ് സൈഡാണ് നമ്മുടെ ഡൽഹിന്റെ. നമ്മൾ ഇരിക്കണ ഏരിയ എന്നൊക്കെ പറഞ്ഞാല് ഒരു ബാഡ് സൈഡ് ആണ്. സ്ലം ഏരിയ. ഞാൻ എന്റെ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും. എനിക്കിഷ്ടമാണ് നൈറ്റ് റൈഡ്. ഇങ്ങനെയൊക്കെയാണ് ഒരു നൈറ്റ് റൈഡ് എനിക്ക് ലഭിക്കുന്നത്. നൈറ്റ് റൈഡാ. ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു നൈറ്റ് റൈഡ് പോകുന്നത്. നമ്മുടെ ഹോസ്കാസ് നമ്മൾ ഉള്ളിലല്ലേ കാണുള്ളൂ അല്ലെ ഹോസ്കാസ്. ഇതാണ് ഒരു മെട്രോ സ്റ്റേഷൻ പുറമെ ഇങ്ങനെ ഉണ്ടാവുക. എയർപോർട്ട്, ടെർമിനൽ, എയർപോർട്ട് അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. ടെർമിനൽ 2 ആണ് കേട്ടോ എന്റെ എന്ന് പറയുന്നത്. ടിക്കറ്റ് ഇല്ലാണ്ട് ഒരു വേറെ കഥ തന്നെയാണ്. കിട്ടി അത് കിട്ടി. ഇതില് എയർപോർട്ട് ടെർമിനൽ 1 കാണിക്കുന്നുണ്ട്, ടെർമിനൽ 3 കാണിക്കുന്നുണ്ട്, ഗുർഗാവ് കാണിക്കുന്നുണ്ട്. എയർപോർട്ട് എത്താനായി ഗൈസ്. ഞാൻ എങ്ങനെ ഇവരെ കാണാതിരിക്കും ഒരാഴ്ച? നിങ്ങൾ എന്നെ മിസ് ചെയ്യുമോ? ഞങ്ങൾക്ക് ഇനി ഉറക്ക സംസാരിക്കാൻ വീട്ടില് പാടാം. എന്റെ വ്ളോഗില്ലാതെ ഇവർ സന്തുഷ്ടരായി ജീവിക്കുന്നതാണ് പറയുന്നത്. അതെ, നമുക്ക് ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ തിന്നാം.
അടിക്കുക ബാക്ക്ഗ്രൗണ്ടിൽ വഴി ഇതൊരു സീൻ വഴിയാണ്. കണ്ടോക്കിക്ക ഡൽഹിക്ക് വരുമ്പോ ഒരു വൈബ് തോന്നുന്ന ഒരു സ്ഥലമാണിത്. ഈ പ്ലേറ്റ് പോയത് നമ്മൾ പോയിട്ടുണ്ടോ എത്ര സ്ഥലത്തേക്ക്? ഇത് ഇതാ സ്ഥലമല്ല, ഇത് വേറെ സ്ഥലം. കുറെ സ്ഥലത്ത് ഞാൻ എയർപോർട്ടിൽ എത്ര വട്ടം വന്നിട്ട് അപ്പൊ അങ്ങനെ കണ്ടതാ. കണ്ടോ ആ ഒരു ഫീൽ അടിക്കുന്നുണ്ടോ? എയർപോർട്ട് എത്തി ആക്ച്വലി. കാണാം ടെർമിനൽ 3, ടെർമിനൽ 2, കാർഗോ ടെർമിനൽ, അങ്ങനെ പല പല ടെർമിനൽസ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എൻ്റർ ചെയ്തു. ഈ എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് വന്നതിന് വേറെ തന്നെ ഒരു റോഡാണ്. ഇതൊരു വേറൊരു വൈബുള്ള ഒരു ഇതാണ്. ഇവിടെ ചെടിയൊക്കെ ഉണ്ട് സൈഡില്, സീനാണ്. ഇങ്ങനെ ഇവിടേക്ക് തിരിഞ്ഞു. നേരെ പോവാണെങ്കിൽ നമ്മൾ ഗുർഗാവൂണ് എത്തിയിട്ടുണ്ടാവും. ഏനാ ഭയ്യ സീതെ ആന ഗുർഗാവ് നേരാ? ആ ഉസ്രാസ്ത. ഗൈസ് ഇതാണ് ഡൽഹിത്തെ ബുർജ് ഖലീഫ. ഇല്ലാട്ടോ ഇത് കളർഫുൾ ഖലീഫ. മറഞ്ഞു പോന്നു ഗൈസ്. ആ ടെർമിനൽ 2 എത്തി. ഇതാണ് എന്റെ ടെർമിനൽ. ഇത് എന്റെ ടെർമിനൽ അല്ല ഗൈസ്, ഇത് ടെർമിനൽ 2 ആണ്. ഞാൻ കോയമ്പത്തൂരാണ് ഇറങ്ങാന്, കാരണം പാലക്കാടാണല്ലോ എന്റെ വീട്. നമ്മൾ റീച്ച്ഡ്. യു ഹാവ് റീച്ച്ഡ് ഡെസ്റ്റിനേഷൻ. യു ഹാവ് റീച്ച്ഡ്. ഇവിടെയൊക്കെയാണ് ഊബർ ഇറങ്ങുക. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ കുറെ ഊബർ ഒക്കെ ഉണ്ട്. ഇവിടെയാണ് ഊബർ ഇറങ്ങാണ്. അതിന്റെ അപ്പുറത്ത് നമുക്ക് ഗേറ്റ് നമ്പർ 1 ഉണ്ട്. ടെർമിനൽ 2 ഡിപ്പാർച്ചർ. നമ്മളിങ്ങനെ ഇവിടെ എത്തി. നമുക്ക് കയറാൻ പറ്റില്ല, ഇവരിന് ഇവിടെ ഉപേക്ഷിച്ചിട്ട് ഞാൻ കയറും. പോയിക്കോ, ഒന്നും കൂടെ ഇതെടുത്ത് നോക്കേ. ഇവരെ ഞാൻ ഇവിടെ ഉപേക്ഷിച്ചാൽ എൻ്റെ സോളോ ഫ്ലൈറ്റ്, എൻ്റെ ഫസ്റ്റ് സോളോ ഫ്ലൈറ്റ് ആയി. ഇവിടെ ഫുൾ വ്ളോഗ് ഫ്ലൈറ്റ് മിസ്സാവുമെന്ന് അറിയില്ല. കാര്യമല്ലേ, എത്തുമോ നല്ല പേടിയുണ്ട്. പക്ഷെ അപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ സോളോ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഞാൻ കുറേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഫ്ലൈറ്റ് ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കുക എന്നുള്ളത് തീരെ അലൗഡല്ല. അതുകൊണ്ട് ആ ഫുൾ ക്ലിപ്സും അവരെന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. തീരെ അലൗഡല്ല, അവനെ തീരെ അലൗഡല്ല. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു ഓപ്പണിംഗ് ഉണ്ട്, ആ ഓപ്പണിംഗ് തൊട്ടിട്ട് എല്ലാം ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ എൻ്റെ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ മുംബൈൻ്റെ ഫൈനൽ കോൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എൻ്റെ ഫ്ലൈറ്റിന് ഒരു 1.5 മണിക്കൂർ കൂടി ഉണ്ട്. സോ ഞാൻ പോസ്റ്റ് ആയിരിക്കും പ്രോബബ്ലി. ഇതാണ് വെയിറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഞാൻ കുറേ നേരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട്. പെരുന്നാളിൻ്റെ ക്ഷീണം പോലും ഞാൻ തീർത്തിട്ടില്ല. നേരെ അങ്ങനെ യാത്ര ചെയ്യാണ്. ഇനിയും 1 മണിക്കൂറും 10 മിനിറ്റും ഉണ്ട്. ആ 1 മണിക്കൂർ 10 മിനിറ്റ് ഞാൻ ഉറങ്ങാണ്ട് ഇങ്ങനെ പിടിച്ചിരിക്കണം. ഉറങ്ങിയപ്പോൾ എണീക്കുമ്പോൾ എനിക്ക് ഒരു ബോധം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഉറങ്ങാത്തത്. പെട്ടെന്ന് ഫ്ലൈറ്റ് വന്നാൽ മതിയായിരുന്നു. എനിക്ക് പെട്ടെന്ന് സമയം കഴിഞ്ഞാൽ മതിയായിരുന്നു. വീട്ടിൽ പോയതും ഒന്നും ഉറങ്ങി തീർക്കാനുണ്ട്. ഞാൻ നമ്മൾ കയറി പോകുന്നത്. ഫ്ലൈറ്റ് എത്തി. ഇപ്പം ഞാനുള്ളത് ഫ്ലൈറ്റിലാണ്. ഫ്ലൈറ്റ് എടുത്തിട്ടില്ല. 5:10 ഇപ്പോൾ 4:30 ആയിട്ടുള്ളൂ. നമ്മൾ ബസ്സിൽ വന്നു. ഇപ്പോൾ ഫ്ലൈറ്റിനുള്ളിൽ കയറി ഇരിക്കുകയാണ്. ഇപ്പോൾ തൽക്കാലം കിട്ടിയിരിക്കുന്ന വിൻഡോ സീറ്റാണ്. ഇനി ഇവിടുന്ന് മാറേണ്ടി വരുമെന്നൊന്നും അറിയില്ല.
हमें बेहद खुशी है कि हम आपको Filling in progress, thanks. കോയമ്പത്തൂർ എയർപോർട്ട് വന്നതും എൻ്റെ വാപ്പാൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ നമ്മൾ ഫുഡ് റെഡിയാക്കിയിട്ടുണ്ട്. ഫ്രൂട്ട്സ്, പിന്നെ ഇത് ബൂരി, ഇത് ചിക്കൻ കറിയൊക്കെ. കോയമ്പത്തൂരാണ് നമ്മളിപ്പോൾ ഉള്ളത്. ബിരിയാണി, പാലക്കാട് ബിരിയാണി നമ്മൾ സാധാരണ പെരുന്നാൾ കഴിക്കുക, പക്ഷെ ഇവിടെ വന്നിട്ടാണ് പാലക്കാട് ബിരിയാണി. കോയമ്പത്തൂർ ബിരിയാണി വലിയ എല്ലാം കുറച്ച് ടേസ്റ്റ് ജസ്റ്റ് ദിസ് എല്ലാം കുറച്ച് ടേസ്റ്റ് ചെയ്യാണ്. അവർക്ക് എരിവൊന്നും പറ്റൂല. നമ്മുടെ കസിൻ്റെ ട്രാൻസ്പോർട്ട് തന്നെയാണ്. കോയമ്പത്തൂരുള്ളവരൊക്കെ ഈ ഒരു സർവീസ് എടുക്കുക. ആസാദ് ട്രാൻസ്പോർട്ട്, തമിഴ്നാട് ആൻഡ് കേരള റെഗുലർ പാസഞ്ചർ സർവീസ് കോൺടാക്ട് ചെയ്തതാണ്. നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കസിൻ്റെ വീട്ടിലേക്കാണ് പോണത്. ഉപ്പാൻ്റെ താത്താൻ്റെ മോളുടെ അടുത്ത്. എൻ്റെ ഹസ്ബൻഡിൻ്റെയാണ് ഈ ആസാദ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇത് ഞാൻ കാണിക്കാൻ മറന്നാണ്. എൻ്റെ വാപ്പ പുതിയ കാർ എടുത്ത്, ഞാനത് വേറെ തന്നെ ഒരു വ്ളോഗ് ചെയ്യാം. അപ്പോൾ നമ്മളുള്ളത് കോയമ്പത്തൂരാണ്. ഞാൻ കോയമ്പത്തൂർ എയർപോർട്ട് ഇറങ്ങിയിട്ട് ഞാനിവിടെ കസിൻസിൻ്റെ അവിടെയൊക്കെ പോവാണ്. ഷായിനൊക്കെ ദിവസം കൊണ്ട് പോകുന്നു. ഇതാണ് പാലക്കാടൻ റാവുത്തർ ബിരിയാണി ബൈ ഷായിനക്ക. അവിടെ ഡൽഹിയിൽ നമുക്കിതൊന്നും കിട്ടൂല. പിന്നെ അങ്ങനെ കുറേ പേര് കളിയാക്കലുണ്ട്. കായ്ച്ചാറ് കൂട്ടിയിട്ടാണ് നമ്മളിവിടെ കഴിക്കുക. അവർ ചോദിക്കുക സാമ്പാർ കൂട്ടിയിട്ടാണോ കഴിക്കുക എന്ന് ചോദിക്കുക. കായ്ച്ചാറുണ്ട്, സീൻ മോനേതാണ്. ഞാൻ കൂട്ടൂല, അവർക്കൊക്കെ ഭയങ്കര സംഭവം. എയർപോർട്ട് വന്നപ്പോൾ നമ്മളിവിടെ ബാൽക്കണിന്നൊരു കോയമ്പത്തൂർ വ്യൂ എന്ന് പറയുന്നത് ഒരു ഹാജി കോളനി ലുക്ക് ഉണ്ട് ശരിക്കും പറഞ്ഞാല്. എവിടേക്കോ കോയമ്പത്തൂരിൽ നിന്ന് വന്നു. ഇപ്പം ഞാൻ പാലക്കാട് എത്തി. എൻ്റെ മാമാൻ്റെ വീട്ടിലാണ്. ആൻറ്റി വെച്ച് ബിരിയാണിയാണ്. ആൻറ്റി വെച്ച് ബിരിയാണി ഭയങ്കര ടേസ്റ്റാണ്. അയ്യവാ പച്ച കേസടി. ഇതാണ് എൻ്റെ മാമാൻ്റെ മോൾ, എൻ്റെ ഷാക്കി. +1 +2 ഫുൾ A+ ആണ്. അപ്പോൾ കുറേ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് വലിയ ഇവർക്ക് കൊടുത്ത ഗിഫ്റ്റാണ്. Sorry, I will. This is a memory game? Yeah. This is a memory game. Also 2 beers. You have 1, 2, 3, 4, 5. I have 1, 2, 3, 4. ഇന്ന് വേറൊരു വീട്ടിൽ വന്നിട്ടാണ് എടുത്തു. വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഞാൻ. ഇനിയും എൻ്റെ സ്വന്തം വീട്ടിലേക്ക് എത്തിയിട്ടില്ല. പാലക്കാട് റിലയൻസ് സ്മാർട്ട് ബസാറിന് നേരെ ഓപ്പോസിറ്റാണ്. ഷോപ്പ് ചെയ്തു. ഷോപ്പ് ചെയ്ത് നമ്മൾ തിരിച്ചു പോവാണ്. നല്ല മഴ ഉണ്ട്. കഴിഞ്ഞ നമ്മൾ പോവാണെങ്കിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. 30 ദിവസം മഴ പെയ്തിട്ടില്ല അല്ലേ?
ഭയങ്കര ചൂടുണ്ടായിരുന്നു ഒന്ന് പുറത്തൊക്കെ, അതൊന്ന് ജസ്റ്റ് മഴ പെയ്ത് ഉള്ളത് ഡ്രസ് വേൾഡിനാണ്. ഓണാക്കിയിട്ടുണ്ട് നെറ്റ്. ഒല്ലി ഉണ്ടാക്കിയതാണ്, ഫുൾ ഹാൻഡ് മെയ്ഡ് ആണ്. ഏകദേശം 1 മാസം എടുത്തിട്ട് ഉണ്ടാക്കിയതാണ്. സീൻ സാധനല്ലേ, ക്രോഷേ എന്നാണ് ഇതിന് പറയുന്നത് ഇവര്. വെരി ടാലന്റഡ് ഓൾഗ മറിയം കൊമഴ്സ്കോവ.